തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ബി.ജെ.പി. സീൽ വന്നതിൽ കൂടുതൽ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡെപ്യൂട്ടി സിഇഒ, സെക്ഷൻ ഓഫീസർ എന്നിവരെ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്നും നീക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ലഭിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സഫാൻ വിവരങ്ങൾ നൽകും. സഫാൻ, എന്താണ് ഈ നടപടിയുടെ പിന്നിലുള്ള കാര്യങ്ങൾ? നെജ്മ, ഈ ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ബി.ജെ.പി. സീൽ വന്ന സംഭവത്തിൽ ഒരു ജൂനിയർ ലെവൽ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്നു എന്നുള്ള ആക്ഷേപം വലിയ തോതിൽ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ചുമതലയുള്ള PB നൂഹ് IAS ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു വിശദമായ അന്വേഷണ റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഡെപ്യൂട്ടി സിഇഒ മിഷൻ സാഗർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് 2 പേർക്കെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത്. ഡെപ്യൂട്ടി സിഇഒ മിഷൻ സാഗർ, സെക്ഷൻ ഓഫീസർ പ്രണീഷ് MP ഉൾപ്പെടെയുള്ള ഉന്നതതല ഉദ്യോഗസ്ഥരെ കൂടി ഇതിൽ നടപടി എടുത്തിരിക്കുകയാണ്. ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിരുന്നത് ഇതൊരു ഗൗരവത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തെ കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി എടുക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഡെപ്യൂട്ടി സിഇഒ അടക്കമുള്ളവരെ ഒഴിവാക്കുകയും അവരെ തിരിച്ചയക്കുകയും ചെയ്ത ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്നുള്ളൊരു വിശദീകരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നത്. ആദ്യ തലത്തിൽ ഈ ഫയൽ കൈകാര്യം ചെയ്ത ജൂനിയർ ഉദ്യോഗസ്ഥനെതിരെയായിരുന്നു നടപടിയെങ്കിൽ മുതിർന്ന IAS ഉദ്യോഗസ്ഥരിലേക്കും ഈ നടപടി നീളുകയാണ്. നെജ്മ.